നമസ്കാരം. ന്യൂസ് 1 മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രവാസികൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റിൽ കുവൈത്തിന് അവസാന സ്ഥാനം. 61 രാജ്യങ്ങളുടെ പട്ടികയിൽ കുവൈത്ത് അവസാനത്തേത്. കുവൈത്തിലെ എണ്ണ നിക്ഷേപം അടുത്ത 89 കൊല്ലത്തേക്ക് സുസ്ഥിരമായിരിക്കുമെന്ന പഠന റിപ്പോർട്ട്. മസ്ജിദുൽ അഖ്സയിലെ ഇസ്രായേലിന്റെ കടന്നുകയറ്റത്തിനെതിരെ ഗൾഫ് രാജ്യങ്ങളുടെ പ്രതിഷേധം. നടപടി കിരാതമെന്ന് വിമർശം. അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്നും ആവശ്യം. അപകടത്തിൽ മരിച്ച പിതാവിനെ കാണാനാകാതെ മലയാളി യുവതി കുവൈത്തിൽ വീട്ടുതടങ്കലിൽ. മൃതദേഹവും കാത്തുവെച്ച ബന്ധുക്കൾ. ഈജിപ്ത് സ്വദേശികൾ തടവിലാക്കിയത് കോട്ടയം ഇല്ലിക്കൽ സ്വദേശി അനുവിനെ. ഇന്ത്യൻ ഹാജിമാരുടെ മടക്കയാത്ര തുടങ്ങി. ഹജ്ജിന് മുമ്പ് മദീന സന്ദർശിക്കാത്തവരുടെ മദീന സന്ദർശനം തുടങ്ങി. കേരളത്തിൽ നിന്നുള്ളവരുടെ മദീന സന്ദർശനം നാളെ മുതൽ. സാഹിത്യത്തിനുള്ള നൊബേൽ ഫ്രഞ്ച് നോവലിസ്റ്റ് പാട്രിക് മോദിയാനോയ്ക്ക്. മനുഷ്യന്റെ നിഗൂഢ നിയോഗങ്ങളെ സ്മൃതികളിൽ ആവാഹിച്ച എഴുത്തുകാരനെന്ന സ്വീഡിഷ് അക്കാദമി. വിശദമായ വാർത്തകളിലേക്ക്. ജെറുസലേമിലെ മസ്ജിദുൽ അഖ്സയിൽ കടന്നുകയറി വിശ്വാസികളെ മർദ്ദിക്കുകയും വെടിവെപ്പ് നടത്തുകയും ചെയ്ത ഇസ്രായേലി സൈന്യത്തിന്റെ നടപടിക്കെതിരെ അറബ് ലോകം. കിരാതവും പ്രാകൃതവുമാണ് നടപടിയെന്ന് UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ കുറ്റപ്പെടുത്തി. ഇസ്രായേലിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കാൻ അന്തർദേശീയ സമൂഹം തയ്യാറാകണമെന്ന് അറബ് ലീഗ് ആവശ്യപ്പെട്ടു. ജൂത സന്ദർശകർക്ക് പാതയൊരുക്കാൻ ആരാധനാലയത്തിന്റെ പവിത്രതയ്ക്ക് കളങ്കം വരുത്തുന്ന പ്രവൃത്തി ഒരിക്കലും പാടില്ലായിരുന്നുവെന്ന് UAE ഉൾപ്പെടെ അറബ് രാജ്യങ്ങൾ പ്രതികരിച്ചു. പള്ളിവളപ്പിൽ വെടിയുതിർക്കുകയും ബോംബെറിയുകയും ചെയ്ത സൈന്യത്തിൻ്റെത് മാപ്പർഹിക്കാത്ത കുറ്റകൃത്യമാണെന്നും ഈ രാജ്യങ്ങൾ ചൂണ്ടിക്കാട്ടി. നിരവധി പേർക്ക് ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അറബ് ലീഗ് GCC നേതൃത്വവും ഇസ്രായേൽ നടപടിയെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. മുസ്ലിങ്ങളുടെ ആദ്യത്തെ കിബ്ലയും 3 വിശുദ്ധ ആരാധനാലയങ്ങളിലൊന്നുമായ മസ്ജിദുൽ അഖ്സയെ ജൂതവൽക്കരിക്കാനുള്ള നീക്കത്തിന്റെ ആദ്യപടിയായാണ് അറബ് ലോകം ഇതിനെ വിലയിരുത്തുന്നത്. ഹെബ്രോണിലെ ഇബ്രാഹിമി പള്ളിയിൽ മുസ്ലിങ്ങൾക്ക് അനുമതി നിഷേധിച്ചതും ഇതിന്റെ ഭാഗമാണ്. ഇത്തരം നടപടികൾ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. മേഖലയിൽ സംഘർഷവും അസ്വസ്ഥതയും വിതയ്ക്കാൻ ഇത്തരം നീക്കങ്ങൾ കാരണമാകുമെന്ന് UAE വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുല്ല ബിൻ സായിദ് അൽ നഹിയാൻ പറഞ്ഞു. ജൂതന്മാരുടെ ആഘോഷത്തോടനുബന്ധിച്ച് ഇസ്രായേലി ഭരണകൂടത്തിന്റെ തീവ്രവാദ നിലപാടിന് തെളിവാണ് പുതിയ നീക്കം. പലസ്തീൻ പ്രശ്നത്തിന് സമാധാനപരമായ പരിഹാരം കാണാനുള്ള നീക്കങ്ങൾക്ക് ഇത് വിലങ്ങുതടിയാകുമെന്നും അറബ് ലോകം മുന്നറിയിപ്പ് നൽകുന്നു. ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളുടെ ഇസ്ലാമിക സ്വഭാവം മാറ്റിമറിക്കാൻ ഇസ്രായേലി ഭരണകൂടവും സൈന്യവും വർഷങ്ങളായി നടത്തുന്ന നീക്കങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ പതിപ്പായാണ് സംഭവത്തെ അറബ് ലോകം വിലയിരുത്തുന്നത്. MCA നാസർ, മീഡിയ 1, ദുബൈ. അബുദാബിയിൽ മലയാളി വിദ്യാർത്ഥി സ്കൂൾ ബസ്സിൽ മരിച്ച സംഭവത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാകിസ്ഥാനിയായ ബസ് ഡ്രൈവറെയും അറ്റൻഡറായി ജോലി ചെയ്തിരുന്ന ഫിലിപ്പീൻ യുവതിയുമാണ് അറസ്റ്റിലായത്. കുട്ടികളെ കൊണ്ടുപോകാൻ ലൈസൻസ് ഇല്ലാത്ത ബസ്സാണ് സ്കൂൾ ബസ്സായി ഉപയോഗിച്ചതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. അടച്ചിട്ട സ്കൂൾ ബസ്സിൽ ശ്വാസമുട്ടിയും അമിതമായ ചൂടിൽ വിയർത്തൊലിച്ചുണ്ടായ ശാരീരിക പ്രശ്നങ്ങളുമാണ് 4 വയസ്സുകാരി നിസയുടെ മരണകാരണമെന്ന് അബുദാബി പോലീസ് സ്ഥിരീകരിച്ചു. പ്രാഥമിക ഫോറൻസിക് പരിശോധനയിൽ ഇക്കാര്യം വ്യക്തമാണ്. കുട്ടിയുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ചുമതലയുള്ള സ്കൂൾ ബസ് ഡ്രൈവറും അറ്റൻഡറും ഇക്കാര്യത്തിൽ ഗുരുതര വീഴ്ച വരുത്തിയിട്ടുണ്ട്. സ്കൂൾ മാനേജ്മെന്റും കുട്ടികളുടെ സുരക്ഷാ കാര്യത്തിൽ നിരുത്തരവാദപരമായാണ് പെരുമാറിയതെന്നും കുറ്റാന്വേഷണ വിഭാഗം ഡയറക്ടർ കേണൽ റാഷിദ് ബു റഷീദ് പറഞ്ഞു. പൊതുഗതാഗതത്തിന് ഉപയോഗിക്കുന്ന ബസ്സാണ് സ്കൂൾ ഉപയോഗിച്ചിരുന്നത്. സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകാൻ ഇതിന് ലൈസൻസ് ഉണ്ടായിരുന്നില്ല. പാകിസ്ഥാൻ സ്വദേശിയായ ഡ്രൈവർക്ക് സ്കൂൾ ബസ് ഓടിക്കാനുള്ള ലൈസൻസുമില്ല. സ്കൂളിലെ തൂപ്പുകാരിയായ ഫിലിപ്പിനോ യുവതിയാണ് അറ്റൻഡറുടെ ജോലി ചെയ്തിരുന്നത്. അസുഖം മൂലം താൻ ഈ ജോലി ചെയ്യാൻ വിസമ്മതിച്ചതാണെന്നും മാനേജ്മെന്റിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇത് ഏറ്റെടുത്തതെന്നും യുവതി പോലീസിന് മൊഴി നൽകി. കുട്ടി സ്കൂളിൽ ഹാജരായില്ലെങ്കിൽ രക്ഷിതാക്കളെ SMS വഴി വിവരമറിയിക്കണമെന്ന ചട്ടം സ്കൂൾ പാലിച്ചില്ലെന്നും അബുദാബി പോലീസ് സ്ഥിരീകരിച്ചു. നിസയുടെ മൃതദേഹം ഇന്ന് വൈകുന്നേരം ബനിയാസ് ഖബർസ്ഥാനിൽ കബറടക്കി. മീഡിയ 1, അബുദാബി. പോലീസ് അറസ്റ്റ് ചെയ്ത 2 പേരെ അറസ്റ്റ് ചെയ്തു. അബുദാബിയിൽ മലയാളി വിദ്യാർത്ഥി സ്കൂൾ ബസ്സിൽ മരിച്ച സംഭവത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പാകിസ്ഥാനിയായ ബസ് ഡ്രൈവറെയും അറ്റൻഡറായി ജോലി ചെയ്തിരുന്ന ഫിലിപ്പീൻ യുവതിയുമാണ് അറസ്റ്റിലായത്. കുട്ടികളെ കൊണ്ടുപോകാൻ ലൈസൻസ് ഇല്ലാത്ത സ്കൂൾ ബസ്സാണ് ഉപയോഗിച്ചതെന്ന് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഏറെ വിവാദമായ ഒരു സംഭവമാണ്. നിരന്തരം സ്കൂൾ ബസ്സിൽ വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നു എന്ന് മുമ്പും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. മറ്റൊരു വാർത്തയിലേക്ക്. അപകടത്തിൽ മരിച്ച അച്ഛനെ അവസാനമായി കാണാനാവാതെ കുവൈത്തിൽ വീട്ടുതടങ്കലിൽ കഴിയുകയാണ് കോട്ടയം ഇല്ലിക്കൽ സ്വദേശിനി അനു. കുവൈത്തിലെ അബു ഖലീഫയിൽ തൊഴിലുടമയാണ് ഇവരെ തടവിൽ വെച്ചിരിക്കുന്നത്.
കോട്ടയം ഇല്ലിക്കൽ സ്വദേശിനിയായ അനു 3 വർഷം മുമ്പാണ് കുവൈത്തിലെത്തിയത്. ഈജിപ്ഷ്യൻ യുവതി നടത്തുന്ന ബ്യൂട്ടി പാർലറിലായിരുന്നു ഇവർക്ക് ജോലി. അനുവിനെ ഇതുവരെ നാട്ടിലേക്ക് പോകാൻ ബ്യൂട്ടി പാർലർ ഉടമ അനുവദിച്ചിരുന്നില്ല. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം അനുവിന്റെ അച്ഛൻ തമ്പി മരിച്ചത്. മരണവിവരം അറിയിച്ച ബന്ധുക്കൾക്ക് അനു വീട്ടുതടങ്കലിലാണ് എന്ന വിവരമാണ് ലഭിച്ചത്. എന്റെ അച്ഛൻ മരിച്ചിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് മരിച്ചതാണ്. നാട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോഴേ ഞാൻ നേരത്തെ എടുത്ത് പറഞ്ഞ് എന്റെ അച്ഛൻ മരിച്ചു, എനിക്ക് നാട്ടിൽ പോകണം. ആദ്യമൊന്നും ഒരു ഫോൺ എടുക്കാൻ കൂട്ടാക്കുന്നില്ല, സംസാരിക്കാൻ പോലും അനുവദിക്കുന്നില്ലായിരുന്നു. ഇവിടെ വന്ന് റൂമിൽ വന്നിരിക്കാൻ പറഞ്ഞു. റൂമിൽ വന്ന് കഥ അടച്ചിട്ട് കഥവ് പുറത്തുനിന്ന് കൂട്ടി അവർ താക്കോലുമായിട്ട് പോയി. അത് കഴിഞ്ഞിപ്പം ഇന്നലെ വൈകിട്ട് അവര് ഇവിടുത്തെ സമയം, ഞാൻ കുവൈറ്റിന്റെ സമയം 9 മണിക്ക് അവർ 10 മണിക്ക് റൂമിൽ വരുന്നു. റൂമിൽ വന്നിട്ട് ഞാൻ അവരെ റൂമിൽ ചെന്ന് കണ്ട് സംസാരിച്ചു. അപ്പൊ അവര് പറയുന്നത് അവർക്ക് ഇപ്പം വിടാൻ പറ്റത്തില്ല, മരിച്ചുപോയ ആള് തിരിച്ചു വരത്തില്ല എന്നൊക്കെ അവര് പറയുന്നത്. ബ്യൂട്ടി പാർലറിനോട് ചേർന്ന മുറിയിൽ അനുവിനെ പൂട്ടിയിട്ടതായാണ് ബന്ധുക്കൾ പറയുന്നത്. പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ ഉടമയുടെ കൈവശമാണുള്ളത്. സുഹൃത്തുക്കൾ 1-2 പേരുണ്ട്. അതുകൂടാതെ തന്നെ അവിടെ കല എന്ന് പറഞ്ഞൊരു സാംസ്കാരിക സംഘടനയുണ്ട്. അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അപ്പോൾ വിടാം, ഒരു 9 മണി 10 മണി വരെയൊക്കെ ഞങ്ങൾ വിടുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെ നിന്നു. അപ്പോൾ പല കാരണങ്ങൾ പറഞ്ഞ് അവർ അത് ഒഴിവാകുന്നു, പാസ്പോർട്ട് കൊടുക്കുന്നില്ല. പക്ഷേ അപ്പോൾ ഞങ്ങൾ മിനിസ്റ്റർ ഇപ്പം സംഘടനയായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഇടപെട്ടിട്ട് ഫാക്സ് സന്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് എംബസിയിലേക്ക് ചെല്ലാൻ പറയുന്നു. അതും ഇപ്പോൾ പോകാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന് അറിയുന്നത്. അതേസമയം പാസ്പോർട്ടോ പകർപ്പോ മറ്റു രേഖകളോ ഇല്ലാത്ത സാഹചര്യത്തിൽ യുവതിയെ നാട്ടിലെത്തിക്കാൻ സമയമെടുക്കുമെന്നാണ് ഇന്ത്യൻ എംബസി അധികൃതർ പറയുന്നത്. വെള്ളിയും ശനിയും കുവൈത്തിൽ അവധിയായതിനാൽ ഞായറാഴ്ച മാത്രമേ നടപടി സ്വീകരിക്കാനാവൂ എന്നും അധികൃതർ പറഞ്ഞു. We don't know what is exactly. That is why I initially told when I got a call. So I told that you come here, and she didn't come. Only around 6 o'clock only she called. So I told her that if anything from our side, any guarantee or any undertaking or whatever it is, we are ready to provide. But she says that she doesn't have the passport, and she sponsored. He didn't give any authority to her to do on behalf of him. Media One, Kuwait, Kottayam. നിസാർ റഷീദുണ്ട് ഞങ്ങളുടെ പ്രതിനിധി ടെലിഫോൺ ലൈനിൽ. നിസാർ, അനു വീട്ടുതടങ്കലിലായ വാർത്ത ഇന്ന് നമ്മൾ സംപ്രേഷണം ചെയ്തതിന് ശേഷം പ്രവാസി സംഘടനകളും ഒപ്പം എംബസി അധികൃതരും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം എന്താണ്? എപ്പോൾ അനുവിന് മോചിതയാകാൻ കഴിയും എന്ന തരത്തിൽ? സായി, നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ഏറ്റവും അവസാനമായിട്ട് രാത്രിയിൽ നമുക്ക് എംബസിയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് അനുവിന് ഞായറാഴ്ച മാത്രമേ കുവൈറ്റിൽ നിന്ന് പുറപ്പെടുവാൻ കഴിയൂ എന്നാണ് എംബസി ലേബർ സെക്കൻഡ് അറ്റാച്ച് സുനില കൃഷ്ണൻ നമ്മളോട് പറഞ്ഞത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അനുവിന്റെ അച്ഛന്റെ മരണവിവരം എംബസിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, അല്ലെ അനുവിന് നാട്ടിലേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടെന്ന് എംബസിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് മീഡിയ ആണ്. കാരണം നമ്മൾ പറഞ്ഞ ശേഷം മാത്രമാണ് എംബസിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം എത്തുന്നതും എംബസി അധികൃതർ അനുവിന്റെ സ്പോൺസറായ ഈജിപ്ഷ്യൻ ലേഡിയെ ടെലിഫോണിൽ കോൺടാക്ട് ചെയ്യുകയും ചെയ്തു. പക്ഷെ അവർ ആദ്യം വിസമ്മതിക്കുകയാണ് ഉണ്ടായത്. കാരണം ഇന്നലെ മുതൽ അവർക്ക് ഒരുപാട് കോളുകൾ ഈ വിഷയത്തിൽ ലഭിക്കുകയും പിന്നെ പലരും അനുവിന്റെ കാര്യത്തിൽ അവരെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. അവസാനം എംബസി പറഞ്ഞു, ഞങ്ങൾ ഗ്യാരണ്ടി തരാം, അനുവിന്റെ അച്ഛൻ മരിച്ചിരിക്കുന്നു, മൃതദേഹം അനു എത്താതെ അടക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് അനുവിനെ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് അയക്കാൻ വേണ്ടി ഇന്ത്യൻ എംബസിയുടെ ഗ്യാരണ്ടിയിൽ ജാമ്യത്തിൽ അവരെ വിടണം എന്ന് പറഞ്ഞപ്പോൾ കുവൈറ്റിൽ ഇന്നും നാളെയും അവധിയാണ്. ഒപ്പം തന്നെ പെരുന്നാളിന്റെ അവധിക്ക് ശേഷം കുവൈറ്റിലെ പ്രവർത്തന ദിവസമാകുന്നത് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച മാത്രമേ അനുവിന്റെ പാസ്പോർട്ട് അനു ജോലി ചെയ്യുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലാണുള്ളത്, അവിടുന്ന് ലഭ്യമാക്കി അനുവിനെ വിടാം എന്ന് പറഞ്ഞത്. ഒപ്പം തന്നെ എംബസി അധികൃതർ നമ്മളെ അറിയിച്ച മറ്റൊരു വിവരം, നേരത്തെ പല മീഡിയകളിലും കണ്ടതുപോലെ അനുവിന്റെ യാത്ര മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് അവിടുന്ന് അനുവിന്റെ യാത്രയ്ക്ക് വേണ്ട നടപടികൾ സ്വീകരിച്ചു എന്നാണ് പല മീഡിയകളും റിപ്പോർട്ട് ചെയ്തത്. പക്ഷെ അത് തികച്ചും വസ്തുതാപരമായിട്ടുള്ള ഒരു ഇൻഫോർമേഷനാണ്. അനുവിന്റെ വിഷയത്തിൽ കേരള സർക്കാരോ അല്ലെങ്കിൽ നോർക്കയുടെ ഭാഗത്തു നിന്നോ കേരളത്തിൽ നിന്നോ യാതൊരുവിധമായ ഒഫീഷ്യലായ യാതൊരുവിധമായ അറിയിപ്പോ അല്ലെങ്കിൽ ആവശ്യമോ ഉണ്ടായിട്ടില്ല എന്നാണ് എംബസി അധികൃതർ നമ്മളോട് രാത്രിയും പറഞ്ഞത്. ഒപ്പം തന്നെ മറ്റൊരു വിഷയം ഈ അനുവുമായി ബന്ധപ്പെട്ട് ഉള്ളത്, അനു കുവൈറ്റിലെത്തുന്നത് ഡിസംബർ 10, 2010 അനുവിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം 1982 ഏപ്രിൽ 4 അനുവിന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. നിസാർ, ഒപ്പം
നിയമപരമായിട്ട് ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നാട്ടിലേക്ക് വരുന്നതുമായിട്ടുണ്ടായത്? വിസ സംബന്ധിച്ച് പല അഭ്യൂഹങ്ങളുമുണ്ട് എന്ന തരത്തിൽ നേരത്തെ വാർത്തകളുണ്ടായിരുന്നു. അതെ, തീർച്ചയായിട്ടും അതിലേക്കാണ് ഞാൻ സൂചനകൾ നൽകുന്നത്. എംബസി സെക്രട്ടറിയുമായി അനുവിന്റെ സ്പോൺസർ സംസാരിച്ചത് അനുവ് ഗാർഹിക തൊഴിലാളികൾക്ക് ഉള്ള ഡൊമസ്റ്റിക് വിസ, ഖാദിം വിസയിലാണ് ഉള്ളത് എന്നും അല്ലാതെ വർക്ക് വിസയിലല്ല അനു ഉള്ളതെന്നും. അപ്പോൾ സ്പോൺസർ പുറത്താണ്, കുവൈറ്റിന് പുറത്താണ്, ഈജിപ്തിലാണുള്ളത്. അപ്പോൾ സ്പോൺസറുടെ രേഖ, എക്സിറ്റ് പെർമിറ്റ് എന്നുള്ള രേഖയുണ്ട് ഇവിടുന്ന് ഗാർഹിക തൊഴിലാളികൾക്ക് പുറത്തേക്ക് പോകുവാനുള്ളത്. അതുണ്ടെങ്കിൽ മാത്രമേ അനുവിന് പോകാൻ കഴിയൂ എന്നാണ് എംബസി അവർ ധരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അതിനുശേഷവും നമ്മൾ അനുവുമായി ബന്ധപ്പെടുകയും അനുവുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അനു പറഞ്ഞത്, ഞാൻ 2010 കുവൈറ്റിൽ എത്തിയപ്പോൾ ഗാർഹിക തൊഴിലാളികളുടെ വിസ ആയ ഡൊമസ്റ്റിക് വിസയിലാണ് എത്തിയത്. പക്ഷേ അതിനുശേഷം 2011 മെയ് മാസത്തിൽ എന്റെ വിസ ഷൂൺ വിസ, വർക്ക് പെർമിറ്റ് വിസയിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളില്ല. മറിച്ച് മീഡിയയും എംബസിയും ഇടപെട്ടത് കൊണ്ട് എന്റെ യാത്ര താമസിപ്പിക്കാൻ വേണ്ടി സ്പോൺസർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതാണ് എന്നും പറഞ്ഞു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, കുവൈറ്റിലെ നിയമം അനുസരിച്ച്, ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ച് 30 വയസ്സിന് താഴെ പ്രായമുള്ള സ്ത്രീകൾ കുവൈറ്റ് ഗാർഹിക വിസയിൽ എത്താൻ കഴിയില്ല. പക്ഷെ അനുവിന്റെ വിഷയത്തിൽ അനു 28ാമത്തെ വയസ്സിൽ കുവൈറ്റിൽ എത്തിയിരിക്കുന്നു. കുവൈറ്റിൽ വീട്ടുതടങ്കിൽ കഴിയുന്ന അനുവിന്റെ മോചനം വൈകും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. 2 ദിവസത്തിന് ശേഷം മാത്രമേ ഇതിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകൂ എന്നും വാർത്തകളുണ്ട്. കുവൈത്തിൽ നിന്ന് നിസാറാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക്. പ്രവാസി സമൂഹം ജീവിക്കാനും ജോലി ചെയ്യാനും ഇഷ്ടപ്പെടുന്ന മികച്ച രാജ്യങ്ങളിൽ കുവൈത്തിന് അവസാന സ്ഥാനം. 61 രാജ്യങ്ങൾ ഉൾപ്പെട്ട പട്ടികയിലാണ് കുവൈത്ത് അവസാന സ്ഥാനത്തെത്തിയത്. പ്രവാസികളുടെ ആദ്യ അന്താരാഷ്ട്ര സമൂഹമായ ഇന്റർനാഷണൽസ് കണക്റ്റിംഗ് ഗ്ലോബൽ മൈൻഡ്സ് ആണ് സർവേ നടത്തിയത്. എക്സ്പാറ്റ്സ് ഇൻസൈഡർ 2014 എന്ന പേരിലായിരുന്നു സർവേ. ഖത്തർ, ഗ്രീസ്, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾക്ക് പിന്നിലാണ് കുവൈത്തിന്റെ സ്ഥാനം. വിവിധ രാജ്യങ്ങളുടെ ജീവിത നിലവാരം, തൊഴിൽ, സാമൂഹ്യ ബന്ധങ്ങൾ, വിനോദാവസരങ്ങൾ, സാമ്പത്തിക മെച്ചം എന്നിവയാണ് സർവേ പരിഗണിച്ചത്. പ്രവാസികളുടെ വ്യക്തിപരമായ സന്തോഷത്തിൽ താഴേക്ക് പോയതാണ് കുവൈത്തിനെ പട്ടികയിൽ അവസാന സ്ഥാനത്തെത്തിച്ചതെന്ന് പ്രമുഖ അറബ് പത്രം റിപ്പോർട്ട് ചെയ്തു. കുവൈത്തിൽ തുടർച്ചയായി തുടരാനും ദീർഘകാല സൗഹൃദങ്ങൾ പടുത്തുയർത്താനും സ്വന്തം രാജ്യം പോലെ കരുതാനും പ്രവാസികൾ പ്രയാസം അനുഭവിക്കുന്നതായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. സർവേയിൽ പങ്കെടുത്തവരിൽ 5% മാത്രമാണ് കുവൈത്തിനെ സ്വന്തം രാജ്യം പോലെ കാണാൻ സാധിക്കുന്നുവെന്ന് അഭിപ്രായപ്പെട്ടത്. 7% ദീർഘകാല സൗഹൃദങ്ങൾ പടുത്തുയർത്താൻ കഴിയുന്നതായി സർവേ വ്യക്തമാക്കി. പ്രവാസികൾക്കുള്ള വിനോദ അവസരങ്ങളുടെ കാര്യത്തിൽ കുവൈത്ത് 60ാം സ്ഥാനത്തും യാത്രാ സൗകര്യങ്ങളുടെ കാര്യത്തിൽ 50ാം സ്ഥാനത്തുമാണ്. ആരോഗ്യ സുരക്ഷാ കാര്യങ്ങളിൽ 59ാമതും ജോലി സുരക്ഷയിൽ 36ാമതുമാണ് കുവൈത്ത്. സാമ്പത്തിക നേട്ടങ്ങളിൽ 56ാമത് സ്ഥാനമുള്ള കുവൈത്ത് ജീവിത നിലവാരത്തിൽ 47ാമത് സ്ഥാനത്താണ്. കുവൈത്തിൽ പ്രവാസികളുടെ ജോലി സമയവും കൂടുതലാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. താമസ ചെലവിന്റെ കാര്യത്തിലും കുവൈത്ത് മുമ്പിലാണ്. സർവേയിൽ പങ്കെടുത്തവരിൽ 21% താമസ ചെലവ് വളരെ കൂടുതലാണെന്ന് അഭിപ്രായപ്പെട്ടു. 4% മാത്രമാണ് താമസ ചെലവ് താങ്ങാവുന്നതാണെന്ന അഭിപ്രായമുള്ളത്. നിസാർ കെ റഷീദ്, മീഡിയ 1, കുവൈത്ത് സിറ്റി. വാർത്തയോട് പ്രതികരിക്കാൻ സാമൂഹ്യ പ്രവർത്തകൻ സഹീർ തൃക്കരിപ്പൂരുണ്ട് ടെലിഫോണിൽ. ശ്രീ സഹീർ, മലയാളികളടക്കം നിരവധി പ്രവാസികളുണ്ട് കുവൈത്തിൽ. ഇപ്പോൾ സർവേയിൽ പുറത്തു വന്നതുപോലെയുള്ള ഒരു മനോഭാവമുണ്ടോ അവിടെ ജോലി ചെയ്യുകയും ജീവിക്കുകയും ചെയ്യുന്ന പ്രവാസികൾക്കിടയിൽ? സർവേ റിസൾട്ട് വ്യക്തമാക്കുന്നത് ആ ഒരു കാര്യം തന്നെയാണ്. പക്ഷെങ്കിൽ പോലും നമ്മുടെ ഏതാണ്ട് 10-20 വർഷത്തെ ഒരു കണക്കെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 1980കളിൽ 1 ലക്ഷത്തിന് താഴെ ആയിരുന്ന ഇന്ത്യൻ പ്രവാസി ജനസംഖ്യ ഇപ്പോൾ 2014 നോക്കുമ്പോൾ 8 ലക്ഷത്തോളമായിട്ട്, ഏതാണ്ട് 8 ലക്ഷത്തോളമായി ഉയർന്നിട്ടുണ്ട്. അതിനർത്ഥം പ്രവാസികൾ ഇപ്പോഴും ഒരു ജോലി ആവശ്യാർത്ഥം കുവൈത്തിലേക്ക് വരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷെങ്കിൽ പോലും ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ, അതായത് അടിക്കടി ഉയർന്നു വരുന്ന ജീവിത നിലവാരത്തിന്റെ ചിലവുകൾ വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. പ്രത്യേകിച്ചും വീട് വാടക ഇനത്തിൽ പ്രവാസി നൽകേണ്ടി വരുന്ന സംഖ്യ അവന്റെ ശമ്പളത്തിന്റെ ഏതാണ്ട് പകുതിയോളമോ അല്ലെങ്കിൽ അതിൽ അല്പം താഴെയോ ആയി